ജസീൽക്കാന്റെ മോളാ? ജസീൽക്കാന്റെ മോളാ? ഉമ്മാന്റെ വലിയ ആളാ വിചാരം. വേം പോട് ജസീൽക്കാനടുത്തേക്ക് വേം പോട്. ഞാൻ പിന്നെ പോട് എല്ലാ അടിക്കലത്തിനെ കൂടിച്ചോട് വേം പോട്. വേം പോട്. പെട്ടും പൊട്ടിയെടുത്ത് വേം നാളെ പോട് കേട്ടാ. എനിക്കൊരു സംഗതി കിട്ടൂല. ഉമ്മാനോട് കൂടിയിട്ട് എനിക്കൊരു സംഗതി കിട്ടൂല. എനിക്ക് കിട്ടുമെന്നെ കുശുമ്പോ അസൂയ കള്ളത്ര ഇതെല്ലാം എനിക്ക് കിട്ടും. നന്നില്ലാത്ത ഉമ്മാനോട് കൂടിയിട്ട് നന്നില്ലാത്ത ഉമ്മ. ഫോണിൽ മേലാലെന്ന് വിളിക്കറേ. എന്റെ ഫോണിൽ വിളിക്കറേ. നമസ്കാരം. ഇപ്പോൾ കേട്ടത് വെറും 4 വയസ്സ് മാത്രമുള്ള ഒരു മകളോടുള്ള അച്ഛന്റെ ഭീഷണി. കോഴിക്കോട് വാണിമേലിൽ മാതാവിനൊപ്പം സമരമിരിക്കുന്ന 4 വയസ്സുകാരിയായ സ്വന്തം മകളെ പിതാവ് സമീർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ. മുത്തലാഖ് എന്ന കൊടും ക്രൂരതയ്ക്കെതിരെ തീർത്തും നിസ്സഹായയായ ഒരു സ്ത്രീയും കുട്ടികളും നടത്തുന്ന സമരം കേരളത്തിൽ പിന്നിടുന്നത് 9 നാളാണ്. ക്രൂരമായി തന്നെയും മക്കളെയും കൈയൊഴിഞ്ഞ ഭർത്താവിന്റെ വീടിന് മുന്നിൽ 9 രാപ്പകലുകളായി അവർ കുത്തിയിരിക്കുന്നു. സമുദായ സംഘടനകളോ നേതാക്കളോ മഹല്ലോ ഇതുവരെ മിണ്ടിയിട്ടില്ല. എവിടെയാണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ? രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും കമാന്ന് മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല. ഉയരണ്ടേ ഈ മുത്തലാഖ് ഇരകൾക്കായും ഒരു നവോത്ഥാന ശബ്ദം? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. മുത്തലാഖിരകളെ കണ്ടില്ലെന്ന് നടിക്കുകയാണോ ഈ കേരളം എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും പ്രേക്ഷക പ്രതികരണം തേടുന്നു. അതെ, സാമൂഹ്യ പ്രവർത്തകയും സാഹിത്യകാരിയുമായ ശ്രീമതി വി പി സുഹ്റ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി മിനി കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം തന്നെ ഫാത്തിമ ജുവൈരിയ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഫാത്തിമയിലേക്ക് ആദ്യം. ഫാത്തിമ, 9 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കുട്ടിക്കെതിരായി കൂടി എന്ത് നിലപാടാണ് അച്ഛൻ എടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ പുറത്തു വരുന്നത്. പ്രധാന ചോദ്യം, ഈ ഒരാഴ്ചയ്ക്ക് അപ്പുറമായിട്ട് മഹല്ല് കമ്മിറ്റികൾ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിലുള്ള ഒരു സമന്വയ ശ്രമം തുടങ്ങിയിട്ടുണ്ടോ? ഹലോ, ഫാത്തിമ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ചോദിച്ചത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ശ്രമം അല്ലെങ്കിൽ ഒരു ഇടപെടാൻ ഇടയിലൊന്ന് ഇടപെട്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം മഹല്ല് കമ്മിറ്റികളുടെയോ മറ്റോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇന്നൊരു മധ്യസ്ഥം നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇന്നൊരു ചർച്ച ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് മഹല്ലിന്ന്. ഓക്കെ, ഇന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിലാണ് പ്രതീക്ഷ ഫാത്തിമയ്ക്ക്. ഈ കുട്ടിയുടെ അടുത്ത് പോലും ഈ രീതിയിലാണ് കുട്ടിയുടെ ഉപ്പ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ദിവസം നിങ്ങൾ സമരം ഇരുന്നത് കുട്ടിയുടെ ഉപ്പയുടെ വീടിന് മുന്നിലാണല്ലോ. അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്? അവര് തന്നെയാണ് അവിടുന്ന് ഇറക്കി വിട്ടത്. അവരുടെ ഉപ്പാന്റെ എല്ലാം ഭർത്താവിന്റെ ഏട്ടനോ പിന്നെ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവിന്റെ ഏട്ടന്റെ പെണ്ണുങ്ങളെ റുക്കി അവരൊക്കെ കൂടിയിട്ടാണ് അവിടുന്ന് പുറത്താക്കിയത്. എന്റെ ഭർത്താവിന്റെ ഏട്ടൻ പറയുന്നു ഇനി ഞാൻ മൊയ്തെല്ലിപ്പിക്കൂ ഇങ്ങനൊക്കെ പറയലുണ്ട്. ആ വീട്ടിൽ വെച്ചിട്ട് പിന്നെ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ പട്ടിണിക്ക അവിടെ കിടന്നത്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഉറങ്ങാൻ പോലും റൂം തരത്തില്ല, ഹാളിൽ ഉറങ്ങാറ്. പിന്നെ വളരെ ക്രൂരമായിട്ട് അവര് ഞങ്ങളോട് പെരുമാറിയത്. ഫാത്തിമ, മഴക്കാലമാണ്, പൊതുവെ നല്ല തണുപ്പുള്ള സമയം. ഈ 5ഉം 2ഉം വയസ്സുള്ള കുട്ടികളെയും കൊണ്ട് വീടിന് പുറത്താണോ നിങ്ങൾ നിൽക്കുന്നത്? അപ്പോഴും ഈ വീട്ടുകാർക്കൊന്നും അനക്കമേ ഇല്ലേ ഇത് കണ്ടിട്ടും? ഇല്ല, അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടമാണ്. നാളിങ്ങനെ റോഡിലിരുന്നാല് ഞങ്ങൾക്ക് കുട്ടിയൊക്കെ എന്ത് പറ്റിയാലൊന്നും അവർക്കൊരു പ്രശ്നമില്ല. ക്രൂരമായ മനുഷ്യന്മാരാണ്. അവരുടെ വീട്ടിലെ കുട്ടികളാണല്ലോ ആ 2 പേരും. ആ കുട്ടികളോടും അങ്ങനെ തന്നെയാണോ ഇവരുടെ പെരുമാറ്റം? ഈ കുട്ടികളോടും, നിങ്ങളോടുള്ള കാര്യം പോട്ടെ, നിങ്ങൾ മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാണ്, കുട്ടികളോടും ഇങ്ങനെ തന്നെ പെരുമാറുന്നോ? കുട്ടികളോടും ഇങ്ങനെ തന്നെ. കുട്ടികൾക്ക് ഒരു സാധനം പോലും പിന്നെ അവിടെ താമസിക്കുമ്പോൾ പോലും ഒരു ഭക്ഷണം പോലും കുട്ടികൾക്ക് പോലും കൊടുക്കലില്ല. ഉമ്മയും ഭർത്താവിന്റെ ഏട്ടനും ആരും ഒന്നും കൊടുക്കാറില്ല. അവര് അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടാൽ പോലും അവർ കൊടുക്കലില്ല. ഇതിനകത്ത് വനിതാ കമ്മീഷൻ ഇടപെട്ടതായിട്ടൊക്കെ ഒരു ചെറിയ വാർത്ത ഉണ്ടായിരുന്നു. ആദ്യം വനിതാ കമ്മീഷൻ അംഗമെല്ലാം പ്രതികരിച്ചിരുന്നു പോലീസ് കേസെടുത്തതിന് ശേഷം. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു. അത് കുട്ടികളെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പിന്തുണയുമായി വരികയുണ്ടായോ? കമ്മീഷനോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളോ ആരെങ്കിലും? രാഷ്ട്രീയ പാർട്ടികള് വന്ന് ചോദിച്ചൊക്കെ പോയിക്ക് പ്രശ്നങ്ങളെല്ലാം ചോദിച്ചു പോയിക്ക്.
മറ്റ് സംഘടനകളോ വനിതാ കമ്മീഷനോ ആരെങ്കിലും? ഇല്ല, വനിതാ കമ്മീഷനൊന്നും വിളിച്ചിട്ട് പക്ഷേ വന്നിട്ടില്ല. ഇപ്പൊ ഈ കുട്ടിയുടെ അടുത്തുള്ള പെരുമാറ്റത്തിനു ശേഷം ആരെങ്കിലും വരികയുണ്ടായോ? എന്താ കാര്യം എന്തെങ്കിലും ചോദിക്കുകയുണ്ടായോ? ഇല്ല, ആരും വന്നിട്ടില്ല. ഈ അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിഭാഷകൻ പറയുന്നത് എന്താണ് ഫാത്തിമ? ഈ മഹൽ കമ്മിറ്റി തന്നെ ഇതിനകത്ത് ഇടപെട്ട് ഒരു പ്രശ്നം ഒതുക്കി തീർക്കാമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നിങ്ങൾ. അപ്പോൾ ഈ നേരത്തെ ഫാത്തിമയുടെ 40ഓളം പവൻ അവർ തട്ടിയെടുത്തതായി പരാതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ കാര്യത്തിലൊക്കെ ഒരു തീർപ്പാകാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത ഉറപ്പൊന്നും ഇല്ല. അവരെ മഹല്ല് കമ്മിറ്റിന്റെ പിന്നെ വീട് എനക്കും മക്കൾക്കും താമസിക്കാൻ ഒരു വീട് വേണമെന്നാ പറഞ്ഞത്. അതൊന്നും ഒരു ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുട്ടികളുടെ ഉപ്പ സമീർ ഇപ്പോൾ എവിടെയാ? ഗൾഫിലാണോ ഉള്ളത്? അയാള് സംസാരിക്കുകയോ ഈ മഹല്ല് കമ്മിറ്റിയിൽക്കാരോട് ഫോണിൽ സംസാരിക്കുകയോ എന്തെങ്കിലും ഉണ്ടായോ? സംസാരിച്ചിട്ടൊന്നും അറിയില്ല അവര്. എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മഹല്ല് കമ്മിറ്റി ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴാണ് മഹല്ല് കമ്മിറ്റി പക്ഷെ ഇടപെട്ടത്, ഇന്നാണ് ഈ 9 ദിവസത്തിന് ശേഷം. ഓക്കെ, ഏതായാലും ഫാത്തിമ, ഒരു അനുകൂലമായ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ കേരളത്തിലുള്ളവർ മുഴുവൻ, ഈ വാർത്ത കാണുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. മനസ്സിലൊരല്പമെങ്കിലും നന്മയുള്ളവർ, അല്ലാത്തവരുടെ കാര്യം എനിക്ക് അറിയില്ല, ഉള്ളവർ, ഏതായാലും ഫാത്തിമ അങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുകൂടി ഞാൻ പറയുന്നു. വളരെ നന്ദി. ഏതായാലും മഹല്ല് കമ്മിറ്റിയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിൽ കൂടിയാണ് ഫാത്തിമ നമുക്ക് സംസാരിച്ചത്. വളരെ നന്ദി. ശ്രീമതി VP സുഹ്റ, മുക്കത്ത് നിന്ന് താമരശ്ശേരിയിലേക്ക് ഒരു 15 കിലോമീറ്റർ ദൂരം കഷ്ടി കാണുമായിരിക്കും. അപ്പോൾ മുത്തലാഖില് കേരളത്തിൽ ആദ്യ അറസ്റ്റ് നടന്ന മുക്കത്ത് നിന്ന് താമരശ്ശേരിയിലേക്ക് ആ ദൂരവുമില്ല. നിയമം വന്നു, അറസ്റ്റ് ഉണ്ടായി, എന്നിട്ടും എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 9 ദിവസം കഴിഞ്ഞു. ആ കുട്ടികളുടെ സ്ഥിതി, അവരുടെ വീട്ടുകാരുടെ നിലപാട്, ഇതൊരു മുത്തലാഖ് എന്ന വിഷയത്തിനപ്പുറത്തേക്ക് മാനുഷികപരമായിട്ടും ഒരു കുടുംബം കാണിക്കുന്ന അതിക്രൂരത എന്നുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിലിപ്പം അദ്ദേഹത്തിൻ്റെ ആ ഫോൺ സന്ദേശം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾ എത്രമാത്രം ക്രൂരനാണ് എന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ബാലാവകാശ ലംഘനം കൂടി ഇതിലുണ്ട്. കുട്ടികളോട് കാണിക്കുന്ന ക്രൂരത പോലും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം, ഒരു മുത്തലാഖിൻ്റെ ഇത്രയും വലിയൊരു നിയമം ഉണ്ടായിട്ട് പോലും ഇവിടെ എന്തുമാവാം, എന്ത് നിയമങ്ങളുണ്ടായാലും നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യും എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ അടുത്ത കാലത്തായി കാണുന്നത്. ഇപ്പം മുക്കത്തെ കേസ് തന്നെ അവരെ പിന്നെ ആളുകൾ സംസാരിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തിക്കളഞ്ഞു. അപ്പം ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ കേസ്, മുക്കത്തുള്ള ആ കേസ്, പിന്നെ അന്ന് പോയി ഞങ്ങൾ സംസാരിച്ചതിന് വ്യത്യസ്തമായിട്ടാണ് പിന്നെ വന്ന കാര്യങ്ങളൊക്കെ. കാരണം ഈ ഒരു നിയമം ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എങ്കിലല്ലേ ഈ നിയമത്തെക്കുറിച്ച് അവർക്ക് ഈ നിയമം വേണ്ടാന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ നേരത്തെ ഈ 3 വർഷത്തെ തടവ് വേണ്ടാന്ന് വിചാരിച്ച ആളുകളാണ്. പക്ഷേ ഇപ്പം ഇതേപോലുള്ള തെരുവിലിറക്കപ്പെടുന്ന പെൺകുട്ടികളെയും കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് പോരാന്നാണ് തോന്നുന്നത് വാസ്തവത്തിൽ. കാരണം ഇത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടും ആരുടെ പിൻബലത്തോടു കൂടിയാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഇത് മാത്രമല്ല, ഈ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരത എന്തുകൊണ്ടാണ് ഈ വനിതാ കമ്മീഷനും മറ്റ് ബാലാവകാശ കമ്മീഷനും ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി നിലനിൽക്കാത്തത്? വനിതാ കമ്മീഷൻ കേസെടുത്തു എന്ന് പറയുന്ന കേട്ട് വേറെ ഒന്നും ചെയ്തില്ല. അവരെ ഒന്ന് പോകുകയോ സന്ദർശിക്കുകയോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് അവകാശപ്പെട്ട വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് അവരെയും കുട്ടികളെയും തെരുവിലിറക്കി മഴ കൊള്ളിക്കുക, വെയിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് നീതികേടാണ്. അപ്പൊ വനിതാ കമ്മീഷൻ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ, അതെ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ പോലും അനങ്ങാണ്ട് നിൽക്കുകയാണ്. ഞാൻ ശ്രീമതി VP സുഹ്റ വളരെ കറക്റ്റാണ് പറയുന്നത്. ഫാത്തിമയുടെ സഹോദരൻ ജസീൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ജസീൽ, മഹല്ല് കമ്മിറ്റി ഏതെങ്കിലും ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? രാഷ്ട്രീയ സംഘടനകൾ ഏതെങ്കിലും രീതിയിൽ, വനിതാ കമ്മീഷനോ മറ്റോ? ഈ കുട്ടികളുടെ അടുത്ത് പോലും ഈ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ബാലാവകാശ കമ്മീഷൻ പോലും ഇടപെടേണ്ട സ്ഥിതിയാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ആരുടെങ്കിലും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ജസീൽ? ഇപ്പോ ആദ്യത്തെ 2-3 ദിവസങ്ങളിലൊന്നും ഇടപെടലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഏകദേശം ആളുകളും ഇടപെട്ട് വരുന്നുണ്ട്. വെച്ചാല് പിന്നെ മഹല്ല് കമ്മിറ്റി ഇന്ന് ഒരു ചർച്ച നടക്കുന്നുണ്ട് ഈ ഒരു തീരുമാനത്തില്.
എവിടെയാണ് ഈ സമീർ ഇപ്പോൾ? ജസീൽ, ഈ സമീർ ഇപ്പോൾ എവിടെയാണ്? അയാള് ഈ രണ്ടാം കല്യാണം നടന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗൾഫിലേക്ക് ഇയാൾ തിരിച്ചുപോയോ? ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടോ മഹല്ല് കമ്മിറ്റി? അതോ സമീറിനെ കൂടെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാനാണോ നോക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല. സമീറിന് അതിനെ കുറിച്ച്. സമീർ രണ്ടാം കല്യാണം കഴിഞ്ഞത് അവന്റെ സ്വന്തം മകൻ